അഭിപ്രായം പറഞ്ഞോളൂ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? വളരെ വ്യത്യസ്തമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെ 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. 3 മണിക്കൂർ പോയത് സൂപ്പറാണോ? മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചിട്ട് അതൊരു ആ ത്രില്ലിൽ കാണാൻ പറ്റിയോ? എൻജോയ് ചെയ്യാൻ പറ്റിയോ? സന്തോഷം കാണുന്നില്ലല്ലോ മുഖത്ത്. എങ്ങനെ അഭിപ്രായം ഉണ്ട്? നിങ്ങൾ പടം എങ്ങനെ? സസ്പെൻസ് കട്ട് ചെയ്യണോ? ഹലോ സിസ്റ്റർ, പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെ? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചായിരുന്നില്ല. എങ്ങനെ പടം എങ്ങനെ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഓക്കെ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളിയാ? പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയുണ്ട്? റിവ്യൂ എങ്ങനെയുണ്ട്? പടം എങ്ങനെ? നല്ലതാ? കണ്ടിരിക്കുക. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ച ഒരു ത്രില്ല് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഉണ്ടോ? എക്സ്പെക്ട് ചെയ്ത പോലെ ഉണ്ട്. ഓക്കെ. എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം? അടിപൊളിയാണോ? അടിപൊളിയാ? സത്യസന്ധമായിട്ട് പറയണോ? അടിപൊളി. കുഴപ്പമില്ല. ഓക്കെ. എങ്ങനെയുണ്ട് പടം ബ്രോ? സൂപ്പർ. വളരെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുണ്ട്. സിസ്റ്റേഴ്സ് എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ലാലേട്ടൻ അടിപൊളി പടം. ഓക്കെ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും തിയേറ്ററിൽ പോയി കാണാം. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്നതാണ്. വളരെ 2020 ശേഷമാണ് അവർ ഒന്നിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കണ്ടപ്പോൾ നമുക്ക് ലാൽ കെയറിന്റെ ആൾക്കാരിവിടെ ഉണ്ട്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം നല്ല മമ്മൂട്ടി പടാണോ മോഹൻലാൽ പടാണോ? മമ്മൂട്ടി പടാണോ മോഹൻലാൽ പടാണോ? കുഞ്ചാക്കോവിന്റെ അല്ല, ലാലേട്ടന്റെ മമ്മൂക്കയോ? ഇഷ്ടപ്പെട്ടോ? എക്സ്പെക്ടേഷൻ എത്ര ഉണ്ടോ? ഓക്കെ. നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ കണ്ടിറങ്ങിയ പടം? എങ്ങനെയുണ്ട് പടം? ഇത് ആര്? അടിപൊളിയാ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. മമ്മൂക്ക പൊളിച്ചോ ലാലേട്ടൻ പൊളിച്ചോ? രണ്ടാളും പൊളിച്ചു. മമ്മൂട്ടി ഫാൻ ലാലേട്ടൻ ഓക്കെ. എന്നാലും ഇനി എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും ആരാണ് തിയേറ്ററിൽ വന്ന് കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് പടാണെന്ന് പറയുന്നത് എല്ലാവരും കണ്ടതിന് ശേഷം അവരവരുടെ അഭിപ്രായം പറയുക. ഓക്കെ.